നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂൽ പോയ രംഗം ഖുർആൻ വിവരിക്കുന്ന ശൈലി? അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പങ്കെടുത്ത യുദ്ധമാണ് തബൂക്ക്. ആ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സന്ദർഭം വളരെ കാലം പിടിച്ച സന്ദർഭമാണ്. ഒരിച്ച് വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത ചൂട് ഉഷ്ണമായ കൊടുമയുള്ള കാലം. വാഹനങ്ങൾ വേണ്ടത്രയില്ല. അല്ലാഹുവിന്റെ റസൂൽ പോലും ആ സൈന്യത്തിന് സഹായിക്കുന്നവരാരുണ്ടെങ്കിലും സ്വർഗമുണ്ടെന്ന് പ്രഖ്യാപിച്ച യുദ്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ അന്ന് ചെയ്ത സദഖയുടെ പേരിൽ ഇനി ഒരിക്കലും ഉസ്മാന് ഒരു ദോഷവുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റസൂൽ. അത്ര പ്രഖ്യാപിച്ച ജയ്സുൽ ഉസ്റ എന്ന് പേര് വെക്കപ്പെട്ട തബൂക്ക്, ആ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന കാര്യം നബി തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് വിരലുകൊണ്ട് മാത്രം എണ്ണി ഒതുക്കാവുന്ന 12 ആളുകൾ മാത്രം അഭിപ്രായപ്പെട്ടു, നബിയേ, ഈ യുദ്ധം സമയം അല്പം ഇടുങ്ങിയ സമയമാണ്, ഉഷ്ണസമയമാണ്, തങ്ങൾ ഈ സമയം ഒന്ന് മാറ്റിയാൽ തെറ്റില്ല എന്നൊരു അഭിപ്രായ പ്രകടനം. ഇത് സ്വഹാബാക്കളിൽ നിന്നുണ്ടായി എന്ന് കൊന്നപ്പോഴേക്കും പശ്ചാത്തലത്തിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും ഇലൽ അർള് അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا وأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله. ഒരു പേരോളം വരുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചത് തൗബ സൂറത്തിലുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു തആല സ്വഹാബാക്കളെ ശകാരിച്ചു. എന്താണ് സത്യവിശ്വാസികളെ, നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ആഹ്വാനം നൽകുമ്പോൾ ഇസ്താഖൽതും ഇലൽ അർള്, ഈ ഭൂമിയിൽ ഇനിയും വസിക്കണമെന്ന് തിടുക്കവും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് നിങ്ങൾ മോഹിച്ചുകൊണ്ട് വിസമ്മതം പറയുന്നുവോ, എതിർപ്പ് പ്രകടിപ്പിക്കുന്നുവോ, ചാരങ്ങ നടക്കുന്നതായ ആ ആയത്തിന്റെ ശൈലി, ആ സമയത്തെക്കുറിച്ച് അല്ലാഹു തആല അവതരിപ്പിച്ച കൂട്ടം ഒരൽപ്പം ഗൗരവത്തിലാണ്. ഇല്ലാ തൻഫിറൂ യുഅസിബുകും അദാബൻ അലീമാ. 12 ആളുകൾ മാത്രം ഒരു ചെറിയ അഭിപ്രായം, സമയം മാറ്റിവെക്കാൻ യുദ്ധം ചെയ്യില്ലെന്നല്ല, സമയം മാറ്റിവെക്കാൻ ഒരു ചെറിയ അഭിപ്രായം 12 ആളുകൾ മാത്രം പറഞ്ഞപ്പോ അല്ലാഹു തആലാക്ക് ആ സന്ദർഭത്തിൽ ഒരു 12 പേര് പറഞ്ഞാൽ ഇനി ഒരു 100 പേര് അത് എത്തിപ്പിടിക്കും, അങ്ങനെ യുദ്ധം മുടങ്ങിപ്പോകും. അതാണ് അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ താക്കീദിന്റെ സ്വരം ഇത്ര കടുത്തു പോകുന്നത്. അള്ള പറഞ്ഞു, ഇല്ലാ തൻഫിറൂ യുഅസിബുകും അദാബൻ അലീമാ, നിങ്ങൾ ഈ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ കൊടുകൊടുമയായി ശിക്ഷിക്കും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത മറ്റു ജനതയെ അല്ലാഹു തആല ഇവിടെ പകരം കൊണ്ടുവരും, നിങ്ങളെ അവൻ ശേഷം നശിപ്പിക്കും. അല്ലാഹുവിന് നിങ്ങൾ പുല്ല് വിലയേ ഉള്ളൂ. സ്വഹാബാക്കളോടാണ് അല്ലാഹു പറയുന്നത്. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വലാ തദറൂഹു ശൈആ, നബിയെ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അല്ലാഹു തആലാക്ക് എന്തും ചെയ്യാൻ കഴിവുണ്ട്, അവൻ അത് ചെയ്യുകയും ചെയ്യും. തൊട്ടല്ല പറയുന്നു, ഇല്ലാ തൻസുറൂ, നിങ്ങൾ അല്ലാഹുവിനെ ഈ യുദ്ധത്തിന് കൂടെ പോയി കൊടുത്തുകൊണ്ട് വിസമ്മതം കൂടാതെ കൂടെ പോയിക്കൊണ്ട് നബിയെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ, നിങ്ങളുടെ സഹായത്തിന്റെ അണുവംശം അല്ലാഹുവിന് ആവശ്യമില്ല. അവന്റെ പ്രവാചകരെ രക്ഷപ്പെടുത്താൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ഒത്താശയുടെ ആവശ്യമില്ല, നിങ്ങളുടെ യുദ്ധത്തിന്റെ ആവശ്യം അല്ലാഹുവിനില്ല. കാരണം ആ നബിയെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിൽ? ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ഥാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ, ആ നബിയെ പക്കയിലുള്ള
അവിശ്വാസികളായ തന്റെ കൂട്ടുകുടുംബങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ, അബൂലഹബ് തുടങ്ങിയിട്ടുള്ള ശത്രുക്കൾ ആ നബിയെ പുറത്താക്കിയല്ലോ, മക്കയിൽ നിന്ന് പുറത്തു വായിച്ചല്ലോ. ആ പുറത്തു വായിച്ച ഘട്ടത്തിൽ അല്ലാഹു തആല സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അശറഫുൽ ഖൽഖ് തങ്ങളെ സഹായിച്ച എത്രയെത്ര സന്ദർഭങ്ങൾ ഖുർആനിലുണ്ട്. സ്വഹാബാക്കൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന എത്രയെത്ര സന്ദർഭങ്ങളുണ്ട്. وبلغت القلوب العناجر وتظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. ഹന്തക യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ, ശത്രുപക്ഷക്കാർ ഏതോ കുമാർഗത്തിലൂടെ ഇടിച്ചു കയറിയിട്ട് സ്വഹാബാക്കളുടെ ആ സംഘത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ സ്വഹാബാക്കൾ ആകമാനം പരിഭ്രമിച്ചു പോയെന്നും ആകമാനം ബേജാറായി പോയെന്നും അവർ ഭൂകമ്പം കൊള്ളുന്നത് പോലെ കമ്പനം കൊണ്ടുവന്നും ഖുർആൻ വിവരിച്ച ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറയുന്നത് വബലഗത്തിൽ ഖുലൂബുൽ അനാജിറ, നിങ്ങളുടെ ഹാർട്ടുകൾ ഉയർന്നു കയറിയിട്ട് കൊണ്ടക്കുഴികൾ കെട്ടിപ്പോയില്ലേ, അത്ര ഭയം നിങ്ങൾക്ക് വന്നില്ലേ എന്ന് പറഞ്ഞ ഹന്തക യുദ്ധണ്ട്. അവിടെ അല്ലാഹു സഹായിച്ചത് ഒരു ചെറിയ കാറ്റയച്ചിട്ടാ. ആ കാറ്റേറ്റ സഹായം അല്ലാഹുവിന് പറയാം. അങ്ങനെ അനേകം സഹായങ്ങൾ ഖുർആനിൽ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ലഭിക്കു ചെയ്തതുണ്ട്. പക്ഷേ അല്ലാഹു ഇവിടെ പറയുന്നത് അതല്ല. ഇദ് അഖ്റജഹുൽ ലദീന കഫറൂ സാനിയതൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ആ നബിയോടുകൂടെ തന്റെ സ്വാഹിബായ സിദ്ദീഖ് എന്ന ഒരാൾ കൂടിയല്ലാതെ മറ്റൊരാളുമില്ലാത്ത ആ സമയത്ത് എന്റെ ഹബീബായ നബിയെ അല്ലാഹു തആല സഹായിച്ചിട്ടുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാർ, ഒരു പൊത്തിൽ അവർ പോയിട്ട് 3 രാത്രികൾ താമസിച്ചില്ലയോ. കിടുകിടേ സിദ്ദീഖുൽ അക്ബർ വിറച്ചിട്ട്, മഹാനായ സിദ്ദീഖുൽ അക്ബർ വളരെ പ്രയാസപ്പെട്ട സന്ദർഭം. ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ, വിഷമിക്കണ്ട സിദ്ദീഖ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ബദർ രണാങ്കണത്തിന്റെ സന്ദർഭത്തിൽ ഒരു പന്തലിൽ ഇരുന്നിട്ട് നബി തങ്ങൾ വ്യാകുലപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് കയ്യുയർത്തി ദുആയിരക്കുമ്പോ നബിയുടെ ദുആയുടെ ശക്തി കൊണ്ട്, നബിയുടെ പ്രാർത്ഥനയുടെ ഊക്കുകൊണ്ട് അവിടത്തെ കരങ്ങൾ ഉയർന്നിട്ട് കക്ഷം പോലും വെളിപ്പെടുമാറുയർന്നിട്ട്, പടച്ചവനെ നിന്റെ സഹായം താ, നിന്റെ സഹായം താ, നീ വാഗ്ദാനം ചെയ്ത സഹായം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആയിരക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ തൽക്കാലം തങ്ങളൊന്ന് നിർത്തി. എന്തിന് തങ്ങൾ ഇങ്ങനെ ദുആയിരക്കുന്നു? തങ്ങളെ അയച്ചത് അല്ലാഹുവല്ലേ, അല്ലാഹുവിന്റെ ദീനിനല്ലേ തങ്ങൾ യുദ്ധം ചെയ്യുന്നത്. തങ്ങൾ ഇത്ര പ്രയാസപ്പെടണോ? തങ്ങളെ അയച്ച അല്ലാഹുവിനറിയില്ലേ തങ്ങളെ സഹായിക്കാൻ. അതുകൊണ്ട് തങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുആയിരക്കല്ല എന്ന് ബദർ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പോലും നബിയോട് പറഞ്ഞു, നബിയേ, കണ്ണൊഴുക്കിയിട്ട് സിദ്ദീഖ് അവരുടെ കാലിനടിയിലേക്ക് അവർ നോക്കിയാൽ നട്ടനെ നിൽക്കുന്ന ശത്രുക്കൾ, നമ്മെ പരതുന്ന ശത്രുക്കൾ അവരുടെ സ്വന്തം പാദങ്ങളിലേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയേ എന്ന് നബിയുടെ കാതിൽ അടക്കം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ വിഷമിക്കേണ്ട സിദ്ദീഖ്, അല്ലാഹുവില്ലേ നമ്മുടെ കൂടെ എന്ന് അല്ലാഹു തആല ഉദ്ധരിച്ച ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് സമാധാനിപ്പിക്കേണ്ടി വന്നു. അത്ര ബേജാറിലും പരിഭ്രാന്തിയിലും വിഷമത്തിലും സിദ്ദീഖ് എന്നവരും നബിയും 3 രാത്രികൾ താമസിച്ചിട്ടുണ്ട് വാർ സൗറിൽ.